ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് എഗ് പപ്സ് ആണ്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 5 മുട്ടയാണ് എടുത്തത്. പിന്നെ സ്വിറ്റ്സിൻ്റെ ഒരു സമൂസ ഷീറ്റ് ഉണ്ട്. ഈ ഒരു ഷീറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് പപ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ സാധാരണ നോമ്പിനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ സമൂസക്കൊക്കെ ഉണ്ടാക്കുന്ന പണ്ടമാണ് എടുത്തത്. ആദ്യം നമ്മൾ ഈ ഷീറ്റ് 2 ആയിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ ഫില്ലിങ്സ് ചെയ്യുക. അതിനുശേഷം പകുതി മുറിച്ച ഒരു മുട്ട അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം ഇരുവശത്തും നമ്മൾ മൈദ ചേർക്കുക. എന്നിട്ട് നമുക്കത് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. കാരണം ഒട്ടിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവാതെ. കൂടാതെ നല്ലവണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഓയിൽ കയറിയിട്ട് നമ്മുടെ പപ്സ് കേടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം നല്ല വൃത്തിയിൽ എന്തായാലും ഒട്ടിച്ചു കൊടുക്കുക. ശേഷം ഞങ്ങൾ 4 വശവും നല്ല വൃത്തിയിൽ മൈദ വെച്ച് ഒട്ടിക്കുകയാണ്. അതിനുശേഷമുള്ള ഫൈനൽ ലുക്കാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അതെ, കാരണം 4 വശം നല്ല വൃത്തിയിൽ ഒട്ടിച്ചതാണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ അവസാനത്തെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ട് നല്ല വൃത്തിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സോസ് ഉപയോഗിച്ച് നമുക്കത് വൃത്തിക്ക് അയക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കൂടുതൽ ഡിഷസിന് വേണമെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരം